Dear students, welcome to Business Studies class. നമ്മൾ 5 ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻസിനെ കുറിച്ച് ഈ ചാപ്റ്ററിൽ പഠിച്ചു. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ്, ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്, കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആൻഡ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ്. ഇനി ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ഇതിലേത് ഫോം ഓഫ് ഓണർഷിപ്പാണ് നമുക്ക്, അല്ലെങ്കിൽ ഏത് ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷനാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്, അതിനെ അഫക്റ്റ് ചെയ്യുന്ന ചില ഫാക്ടേഴ്സ് ആണ് നമ്മൾ ഈ ടോപ്പിക്കിൽ പഠിക്കുന്നത്. ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് കോസ്റ്റ് ആൻഡ് ഈസ് ഇൻ സെറ്റിംഗ് അപ്പ് ദി ഓർഗനൈസേഷൻ. ഒരു സ്ഥാപനം അതിൻ്റെ ഫോർമേഷന് എത്രമാത്രം ഡിഫിക്കൽട്ടീസ് ഉണ്ട് എന്നതിനനുസരിച്ച് നമുക്കതിൻ്റെ ഫോം ഓഫ് ഓർഗനൈസേഷൻ ചൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് ഫോം ഓഫ് ഓർഗനൈസേഷനാണ് ഏറ്റവും എളുപ്പം ഫോം ചെയ്യാൻ പറ്റുന്നത്? സംശയമില്ല, സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആണ്. ഓക്കെ, സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഫോം ഓഫ് ഓർഗനൈസേഷൻ നമുക്ക് ഫോം ചെയ്യാൻ വളരെ ഈസിയാണ്. ദർ ആർ നോ മച്ച് ലീഗൽ ഫോർമാലിറ്റീസ്. അതുപോലെ പാർട്ട്ണർഷിപ്പും നമുക്ക് വളരെ എളുപ്പം ഫോം ചെയ്യാം. ഏറ്റവും ഫോർമേഷന്റെ ഡിഫിക്കൽറ്റി ഉള്ളത് കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷൻ ആണ്. ഇറ്റ് ഈസ് മോർ കോംപ്ലക്സ് ആൻഡ് ഇൻവോൾവ്സ് ഗ്രേറ്റർ costs. So from the point of view of initial cost, sole proprietorship is the preferred form. Initial cost നമ്മൾ ഇനീഷ്യൽ കോസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആണ് പ്രിഫേർഡ് ഫോം. ഓക്കെ, ദെൻ സെക്കൻഡ് ഫാക്ടർ ഈസ് ദ ലയബിലിറ്റി. ലയബിലിറ്റി നമുക്ക് ഇത് എല്ലാത്തിൻ്റെയും ലയബിലിറ്റി അറിയാം. സോൾ പ്രൊപ്രൈറ്റർഷിപ്പിന്റെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആണ്. ലയബിലിറ്റി അൺലിമിറ്റഡ് ആകുമ്പോൾ അതിൻ്റെ ഓണേഴ്സിന് റിസ്ക് വളരെ കൂടുതലാണ്. ബിസിനസ് പൊട്ടിപ്പോയാൽ ആ ബിസിനസ്സിൻ്റെ പ്രോപ്പർട്ടി മാത്രമല്ല നഷ്ടപ്പെടുക, അവരുടെ പേഴ്സണൽ പ്രോപ്പർട്ടിയും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ വരും. അപ്പോൾ അൺലിമിറ്റഡ് ലയബിലിറ്റി ആണ് എന്ന് പറഞ്ഞാൽ അത് കൂടുതൽ റിസ്ക് ആണ് ഓണേഴ്സിനെ സംബന്ധിച്ച്. അപ്പോൾ ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൽ അൺലിമിറ്റഡ് ലയബിലിറ്റി ആണ്, പാർട്ട്ണർഷിപ്പിൽ അൺലിമിറ്റഡ് ലയബിലിറ്റി ആണ്. ദെൻ ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്സിൽ കറക്റ്റായിട്ട് ലയബിലിറ്റി അൺലിമിറ്റഡ് ആണ്. ഓക്കെ, അതേപോലെ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലും കമ്പനികളിലും ലയബിലിറ്റി ലിമിറ്റഡ് ആണ്. സോ ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ഇൻവെസ്റ്റേഴ്സ്, കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷൻ ഈസ് മോർ സ്യൂട്ടബിൾ ആസ് ദ റിസ്ക് ഇൻവോൾവ്ഡ് ഈസ് ലിമിറ്റഡ് ആണ്. റിസ്ക് കുറവ്. നമ്മളിപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ നമ്മളൊരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമോ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമോ? നമുക്ക് സേഫ് ഏതാണ്? കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് കൂടുതൽ സേഫ്. ഇൻവെസ്റ്റേഴ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂവില് കമ്പനി ഈസ് മോർ പ്രിഫറബിൾ. ഓക്കെ, ബിക്കോസ് ദ ലയബിലിറ്റി ഈസ് ലിമിറ്റഡ്. ദെൻ തേർഡ് ഫാക്ടർ ഈസ് ദ കണ്ടിന്യൂറ്റി. കണ്ടിന്യൂറ്റി, ബിസിനസ് ഹാസ് എ പെർമനന്റ് സ്ട്രക്ചർ. ബിസിനസ് എന്ന് പറയുന്ന ഒരു പെർമനന്റ് സ്ട്രക്ചർ ആണ്. ഇഫ് ദ ബിസിനസ് നീഡ് എ പെർമനന്റ് സ്ട്രക്ചർ, വി ഹാവ് ടു ചൂസ് കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷൻ. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയുന്നത് സ്റ്റേബിൾ അല്ല, ഒരു പെർമനന്റ് സ്ട്രക്ചർ അല്ല. കാരണം ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ഓണേഴ്സ്. ആ സോൾ ഓണർ, അതിൻ്റെ ഓൺലി ഒരു ഓണറേ ഉള്ളൂ. ആ ഒരു ഓണറുടെ ആശ്രയിച്ചാണ് ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് നിലനിൽക്കുന്നത്. പാർട്ട്ണർഷിപ്പ് അതുപോലെ തന്നെയാണ്. ഏതെങ്കിലും ഒരു പാർട്ട്ണർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പാർട്ട്ണർഷിപ്പ് ഡിസോൾവ് ചെയ്യേണ്ടി വരും. So company form of business is preferable if business need a permanent structure. But if the business is for a short term venture, വളരെ ഷോർട്ട് ടേമിലേക്കുള്ള ഒരു ബിസിനസ് ആണെങ്കിൽ അവിടെ കമ്പനി ആവശ്യമില്ല. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഓർ പാർട്ട്ണർഷിപ്പ് മേ ബി പ്രിഫേർഡ്. ഓക്കെ, then next factor is the management ability. If the operations of the company are more of a business are more complex and require professional management. പ്രൊഫഷണൽ മാനേജ്മെന്റ് ആവശ്യമുള്ള വളരെ കോംപ്ലക്സ് ആയ ഓപ്പറേഷൻസ് ആണ് ഒരു സ്ഥാപനത്തിനുള്ളത് എങ്കിൽ അത്തരം ഒരു സ്ഥാപനത്തിന് നമ്മൾ കമ്പനി ഫോം ആണ് കൂടുതൽ അട്രാക്റ്റീവ്. ബിക്കോസ് കമ്പനി ക്യാൻ അഫോർഡ് ടു പേ ഹൈ സാലറീസ് ടു ദ പ്രൊഫഷണൽ മാനേജേഴ്സ്. പ്രൊഫഷണലായ മാനേജേഴ്സിന് കൂടുതൽ സാലറി കൊടുക്കാനും കൂടുതൽ കഴിവുള്ള മാനേജേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാനും ഒരു കമ്പനിക്ക് കഴിയുന്നു. ബട്ട് ഇഫ്
the operations are simple. ഓപ്പറേഷൻസ് വളരെ സിമ്പിൾ ആണ്. ആൻഡ് ഈവൻ ലേ പീപ്പിൾ ക്യാൻ മാനേജ്. അങ്ങനെയുള്ള ഒരു സ്ഥാപനമാണെങ്കിലോ വളരെ സിമ്പിളായ ഓപ്പറേഷനാണ്, സാധാരണക്കാരന് പോലും മാനേജ് ചെയ്യാൻ കഴിയുന്നതാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ആണ് മോർ സ്യൂട്ടബിൾ. നെക്സ്റ്റ് ഫാക്ടർ ഈസ് ദ ക്യാപിറ്റൽ കൺസിഡറേഷൻ. ക്യാപിറ്റൽ റിക്വയർമെന്റ്. ഇഫ് ദ സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ ഈസ് വെരി ലാർജ്, സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ ലാർജ് ആണെങ്കിൽ അവിടെ വി നീഡ് മോർ ക്യാപിറ്റൽ, കൂടുതൽ ക്യാപിറ്റൽ വേണം. ദെൻ കമ്പനി മേ ബി എ സ്യൂട്ടബിൾ ഫോം ഓഫ് ഓർഗനൈസേഷൻ. അവിടെ കമ്പനിയാണ് സ്യൂട്ടബിൾ, കാരണം കമ്പനി ക്യാൻ റേസ് മോർ ക്യാപിറ്റൽ. ദെൻ ഇൻ എക്സ്പാൻഷൻ പോയിന്റ് ഓഫ് വ്യൂ ഓൾസോ കമ്പനി ഈസ് മോർ suitable because a company can expand to any levels. ഏത് ലെവലിലേക്ക് വേണമെങ്കിലും ഒരു കമ്പനിക്ക് എക്സ്പാൻഡ് ചെയ്യാം. It is possible to expand. But in case of a small sized business, one can opt for partnership or sole proprietorship business. Next factor is the degree of control. Control ഒരു കമ്പനിയിൽ കമ്പനിയുടെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സെപ്പറേറ്റഡ് ഫ്രം ദി ഓണേഴ്സ്. ഇഫ് ഡയറക്റ്റ് കൺട്രോൾ ഓവർ ദി ഓപ്പറേഷൻസ് ആൻഡ് അബ്സല്യൂട്ട് ഡിസിഷൻ മേക്കിംഗ് പവർ ഈസ് റിക്വയർഡ്. നേരിട്ട് കൺട്രോൾ വേണം, പൂർണ്ണമായ തീരുമാനമെടുക്കാനുള്ള അതോറിറ്റിയും ഒരു ഓണർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഏതാണ്? ഒരു കമ്പനി ഫോം ചെയ്താൽ പറ്റുമോ? അത് പറ്റില്ല. ഒരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ഫോമാണ് കൂടുതൽ സ്യൂട്ടബിൾ. ഇഫ് വൺ പേഴ്സൺ നീഡ് to full control over the operations and absolute decision making power, then sole proprietorship may be preferred. But if the owners do not mind sharing control and decision making, തീരുമാനമെടുക്കാനുള്ള അതോറിറ്റി ഷെയർ ചെയ്യുന്നതിന് ഒരു പ്രശ്നവുമില്ല. അങ്ങനെയാണെങ്കിൽ പാർട്ട്ണർഷിപ്പ് ആൻഡ് കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷൻ ക്യാൻ ബി അഡോപ്റ്റഡ്. Then next, nature of business. ബിസിനസിന്റെ സ്വഭാവം എന്താണ്? നമുക്കൊരു ഹെയർ കട്ടിംഗ് സലൂൺ നമുക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ വേണ്ട അല്ലെങ്കിൽ പേഴ്സണൽ അറ്റൻഷൻ വേണ്ട, പേഴ്സണൽ കോണ്ടാക്ട് ആവശ്യമുള്ള ഒരു ബിസിനസ്സാണ്. അവിടെ നമുക്കൊരു കമ്പനി ഫോമിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ബ്യൂട്ടി പാർലേഴ്സ്, ഓക്കെ. സോ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുണ്ട് വേർ ഡയറക്റ്റ് പേഴ്സണൽ കോണ്ടാക്ട് ഈസ് നീഡഡ് വിത്ത് കസ്റ്റമേഴ്സ്. Sole proprietorship may be more suitable. But in case of large manufacturing units, നമ്മുടെ മാരുതി കാറൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന യൂണിറ്റുകൾ, അത് കസ്റ്റമറുമായിട്ട് പേഴ്സണൽ കോണ്ടാക്ട് ആവശ്യമില്ല. Their company form may be adopted. അതുപോലെ തന്നെ പ്രൊഫഷണൽ നേച്ചറിലുള്ള സർവീസസ്, ചാർട്ടേഡ് അക്കൗണ്ടൻസി ഫേംസ്, ലോയേഴ്സ് ഫേംസ്, their partnership form is more suitable. Okay, so there are some points left behind. You can easily study it. That is the differences between all these forms of business organizations. അപ്പം നിങ്ങളത് പഠിക്കണം. വ്യത്യസ്ത ഫോംസ് ഓഫ് ഓർഗനൈസേഷൻ, നമ്മൾ 5 ഫോംസ് ഓഫ് ഓർഗനൈസേഷൻസ് ആണ് പഠിച്ചത്. ഈ 5 ഫോംസ് ഓഫ് ഓർഗനൈസേഷനും തമ്മിൽ പരസ്പരമുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്ന് കൂടി നിങ്ങൾ പഠിക്കണം. അതിൻ്റെ വീഡിയോ ക്ലാസ് ഇടുന്നതല്ല. ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ.